അങ്ങനെ ഇത്തവണത്തെ പുലിക്കളിക്ക് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. പുലിമട വിട്ട് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുകയാണ്. പലയിടത്തു നിന്നുമുള്ള പുലികൾ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. അക്ഷരാർത്ഥത്തിൽ വർണ്ണ കാഴ്ച നിറയും അല്പസമയത്തിനകം. അവിടെ അത് കാണാനായി നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഭവ്യ പാർവതി ചേരുകയാണ് നമുക്കൊപ്പം. ഭവ്യ, നേരത്തെ കുട്ടൻകുളങ്ങര കാർക്കൊപ്പമായിരുന്നു, അവരെ അവിടെ നിന്ന് ഇറക്കി. ഇപ്പോൾ എവിടെയാണുള്ളത്? ഏത് പുലിക്കൂട്ടത്തിനൊപ്പമാണ്? അശ്വതി, നേരത്തെ നമ്മൾ കുട്ടൻകുളങ്ങര ആളുകളെ അവരൊക്കെ എല്ലാരെയും പുലികളെ പുലിമടയിൽ നിന്ന് ഇറക്കി. ഇപ്പോ ഇനി ഈ സീതാറാം മില്ലിലെ ഇവിടുത്തെ പുപ്പുലികളെ എല്ലാവരെയും മടയിൽ നിന്ന് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മളിങ്ങ് എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ കാണാം, കുട്ടൻകുളങ്ങരയിൽ നിന്ന് വ്യത്യസ്തരായ നിരവധി പുലികൾ ഇവിടെയുണ്ട്. കളർഫുൾ പുലികളുണ്ട്, കുട്ടി പുലികളുണ്ട്, പെൺപുലികളുണ്ട്. അങ്ങനെ ഇവിടെ ആകെ മൊത്തം കളറാണ്. എന്തായാലും സീതാറാമിൽ പുലികൾ മടവിട്ട് ഇറങ്ങിയിട്ടില്ല. അവർ അവസാനവട്ട ഒരുക്കത്തിലാണ്. പൂർണ്ണമായി പുലിയായി മാറിക്കഴിഞ്ഞ ആളുകളുമുണ്ട്. ചേച്ചി, പുലിയായി? പെൺപുലി. തൃശ്ശൂരിന്റെ പുലിയാണോ? തീർച്ചയായും സീതാറാം മിൽദേശത്തിലെ പെൺപുലി. സീതാറാമിന്റെ പുലിയാണ്. കപ്പടിക്കും നമ്മള്? ഉറപ്പായും. ഉറപ്പായിട്ടും. 2 സ്റ്റെപ്പ് വെച്ച് നോക്കട്ടെ. അടിപൊളി. നൈസ്, സൂപ്പർ. ഓക്കെ, ഇതാ അവിടെ ഒരു ഫ്രീക്കൻ പുലിയുണ്ട്. ഇതേത് പുലിയാ? ഫ്രീക്കനല്ലേ? എന്നാ ഫ്രീക്കൻ അല്ലാത്ത ചേട്ടന്റെ പേരെന്താ? അപ്പൊ ഫ്രീക്കൻ അല്ലാത്ത ചേട്ടൻ പറ, ഇത് ഏത് പുലിയാ? ഇത് ഏത് പുലിയാണ്? ഇതൊരു ഡബിൾ കളറാണ്. ഇത് അർദ്ധനാരീശ്വരൻ പുലിയാണോ? ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട്. വെറൈറ്റി പുലിയാണ്. ശരി, കൊള്ളാം. എല്ലാ വർഷവും ഇങ്ങനെ വെറൈറ്റി ആണോ പിടിക്കാറ്? ഇല്ലില്ല, കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഒരു കളറിൽ തന്നെ പോണ്ടായിരുന്ന. ഇപ്പൊ ഒരു വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ശരി, കൂളിംഗ് ഗ്ലാസ് വെച്ച പുലിയാണ്? അതെ, ഇപ്പൊ സത്യം പറഞ്ഞൊരു ചമ്മല് മാറ്റാൻ വേണ്ടിട്ടാണ്. എന്തിനാ ചമ്മല്? തൃശ്ശൂരുകാരുടെ അഭിമാനല്ലേ തൃശ്ശൂർ പുലിക്കളി എന്ന് പറഞ്ഞാൽ? അങ്ങനെയല്ല, ഒരു ചമ്മല്. ആൾക്കാരൊക്കെ ചെറിയ നാളുള്ള പുലിയാണ്. ഓക്കെ, അപ്പം പുള്ളി ചെറിയ നാളുള്ള പുലിയാണ്. ഇവിടെ നമ്മൾ വ്യത്യസ്തനായ മറ്റൊരാളെ കാണുന്നത്. ഈ പുലിക്കൂട്ടത്തിനിടയിൽ ഒരു ജയനുണ്ട് അല്ലേ? അതെന്താണ് ഏട്ടാ ഒരു ജയനാവാൻ കാരണം? ജയനെ ആളുകൾ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ. അവർക്ക് സമയമില്ലാത്ത പ്രശ്നമുണ്ട്. ചേട്ടാ, തിരക്കാണോ? പോവാനുള്ള ഒരുക്കത്തിലാണ് അല്ലേ? അവസാനവട്ട ഒരുക്കത്തിലാണ്. ഓക്കെ, അതാ എല്ലാരും ഇവിടെ അവസാനവട്ട ഒരുക്കത്തിലാണ്. അവരെല്ലാരും പോവാനുള്ള തിരക്കാണ്. പുലിമടയിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. തകർക്കും. സീതാറാം കപ്പടിക്കോ? അടിച്ചു പൊളിക്കൂ. ഇവിടെ നമുക്ക് കാണാം, വ്യത്യസ്തമായ, നമ്മൾ ഇതുവരെ കാണാത്തൊരു വെറൈറ്റി കളറൊക്കെ ഉള്ള ഒരു പുലിയുണ്ട്. ചേട്ടൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാനവട്ട ഒരുക്കത്തിലാണ്. സമയം ഇങ്ങനെ കൂടിയതുകൊണ്ടുള്ള തിരക്കാണ്. നമുക്ക് നേരത്തെ മിസ്സായ ജയൻ ചേട്ടനുണ്ട്. ചേട്ടാ, എന്താണ് വെറൈറ്റി ഒരു ജയനൊക്കെ ഇറങ്ങി? അതായത് തൃശ്ശൂർ പുലിക്കളിക്ക് സിംഹമിറങ്ങണ്ടേ? സിംഹമിറങ്ങിയിട്ടുണ്ട് പുലികളൊന്നും ഞരമ്പാൻ വേണ്ടി. അങ്ങനെ ഇറങ്ങിയതാണ്. ശരി. ഇവിടെ നല്ല തിരക്കാണ്. ആളുകളെല്ലാവരും, പുള്ളി പറഞ്ഞത് ജയനായിട്ട് ഒരു വെറൈറ്റി ലുക്കിന് വേണ്ടി പുള്ളി ഇറങ്ങിയെന്നാണ്. എന്തായാലും തൃശ്ശൂർ പുലിക്കളിക്കിടയിലെ ഒരു സിംഹമായിട്ട് ഇറങ്ങിയതാ. ഇവിടെ നമുക്കൊരു വെറൈറ്റി പുലിയെ കാണാം. ഒരുക്കം കഴിഞ്ഞിട്ടില്ല. ഒരുക്കം കഴിഞ്ഞിട്ടില്ല. പുള്ളി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ ചെറിയൊരു സ്പേസ് ഇവിടെ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മള് ഇതുവരെ കണ്ടതിൽ വെച്ച് വ്യത്യസ്തമായ തരത്തിലുള്ള ഭംഗിയിലുള്ള പുലികളൊക്കെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. കുറെ പുലികളുടെ ഒരുക്കം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കി പുലികളൊക്കെ ഇറങ്ങാനുള്ളൊരു. ചേട്ടാ, ഇതൊരു വെറൈറ്റി കളറാണല്ലോ. ഇതെന്ത് പുലിയാ? ഇത് വരയംപുലി. വരയംപുലിയാണ്. നീല. ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാ വർഷവും പുലി വേഷം കെട്ടാറുണ്ടോ? കെട്ടാറുണ്ട്. ഇവിടെ വീട് എവിടെയാ? വീട് ഇവിടെ അടുത്ത് തന്നെ. പുലിയാണോ വീട്ടിലെ? വീട്ടിലെ പുലിയൊന്നല്ല. തൃശ്ശൂരിന്റെ പുലിയാണോ? തൃശ്ശൂരിന്റെ പുലി. ശരി. അപ്പൊ ഇതാ പുള്ളി തൃശ്ശൂരിന്റെ. ഇപ്പോ ഇന്നത്തെ പുലിക്കളി എന്ന് പറഞ്ഞാൽ പുലികളല്ല ശരിക്കും പുലി, മനുഷ്യരാണ് പുലി ആവാൻ പോകുന്നത്. അതായത് അവർക്കാണ് ആവേശം കൂടിയിരിക്കുന്നത്. പുലികളെല്ലാം പാവങ്ങളാണ്. കൊല്ലത്തിലിറങ്ങുന്ന ഒരു സംഭവമാണ് പുലി. ആ പുലികൾ ഇന്ന് പാവങ്ങളായിരിക്കുന്നു, മനുഷ്യർ പുലികളായിരിക്കുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം. അതെ, സിംഹമായിരിക്കുന്നു. അതായത് എല്ലാവർക്കും ചായ കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ചായ കച്ചവടക്കാരനാണ്, തൃശ്ശൂർ ജയൻ. അപ്പൊ എല്ലാ പുലികൾക്കും ചായ കൊടുത്തു. ഈ പ്രാവശ്യത്തെ പുലികൾക്ക് വാലുകളുണ്ട്. വാലുണ്ട് ഈ കൊല്ലം. ചായ കൊടുക്കാൻ വന്ന തൃശ്ശൂരിന്റെ ജയനാണ്. തൃശ്ശൂർ ഞാൻ എന്റെ ചായ കച്ചവടമാണ്. ഞാൻ തൃശ്ശൂർ പൂരത്തിനും പുലിക്കളിക്കും
ഒന്നുമില്ലെങ്കിലും ഞാൻ ചായ കച്ചവടക്കാരൻ തന്നെയാണ്. അപ്പൊ എന്റെ ഒരു ചായ കുടിക്കുമ്പോൾ ഇവർക്ക് ഒരു ഊർജ്ജം കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് പ്രത്യേക ലുക്കിലൊക്കെ മലയാള സിനിമ. അതെ, ഓക്കെ, ശരി. അപ്പം ഇവിടെ ഇതാ ഭയങ്കര തിരക്കാണ്. എല്ലാവരും പുലിമട വിട്ട് പുലികൾ ഇറങ്ങാനുള്ള ഓട്ടത്തിലാണ്. യെസ്, ഇവിടെ അരമണി കിളിക്കൊക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ചേട്ടാ പേരെന്താ? കുറെ വർഷമായിട്ട് ഒരുങ്ങണാണോ? 8 വർഷം. 8 വർഷം. മോനുണ്ട് കൂടെ. അച്ഛനും മോനും കൂടെ ഇറങ്ങിയതാണ്. നന്ദിക്കര വീട് ആണല്ലേ? അപ്പൊ കപ്പടിക്കോ സീതാ? പിന്നെ കപ്പടി ആറാർപ്പ് വിളിച്ചേ. ഫുൾ ആവേശത്തിലാണ്. ഇത് ഏത് പുലിയാണ്? ഏത് പുലിയാണ് ഇത്? പറയാൻ പുലി. അവിടെ ഒരു കുട്ടി പുലിയുണ്ട്. പുലിയുടെ പേരെന്താ? ഈ പുലി കടിക്കോ? ഇല്ല. അത് സുന്ദര പുലിയാണോ? മിടുക്കനാണോ? ഇത് എത്രയിലാ പഠിക്കണേ? 2ാം ക്ലാസ് പഠിക്കണ പുലിയാണോ? ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ പുലി വേഷം കിട്ടുന്നത്? ഇത് ആദ്യമായിട്ടാണോ? ആ, ഒന്ന് കാണിച്ചു, ഒരു സ്റ്റെപ്പ് കാണിച്ചു നോക്കട്ടെ. അടിപൊളി, സൂപ്പർ. സൂപ്പർ സൂപ്പർ. പുലിക്ക് വാലൊക്കെ ഉണ്ടോ? വാല് വെച്ചില്ല അല്ലേ? വാല് വരുന്നുള്ളൂ. അടിപൊളി ട്ടോ. ഈ ഇവിടുത്തെ ആദ്യത്തെ കുട്ടിപ്പുലിയാണോ? 3 കുട്ടികളുണ്ടോ? അതിലൊരു കുട്ടിയാണ്. ഓക്കെ, അപ്പം കപ്പടിക്കോ സീതാറാം? കപ്പ് കൊണ്ടേ വരുള്ളൂ അല്ലേ? അതാണ്, എല്ലാവരും വലിയ ആവേശത്തിലാണ്. കുട്ടിപ്പുലികളുണ്ട്. ഇത്തവണ പുലികൾക്ക് വാലുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇവര് പറയുന്നുണ്ട്. ഇവരെ കാണാൻ വേണ്ടി കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഇത് വെക്കുന്നുണ്ടോ? വെച്ചേ നോക്കട്ടെ. വെച്ചേ. സൂപ്പറാണോ നോക്കട്ടെ. പേരെന്താ? ജാനവി കാണാൻ വന്നെയാണോ പുലിക്കളി? അനിയനാണല്ലേ? അനിയന് സപ്പോർട്ട് കൊടുക്കാൻ വന്നെയാണോ? എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷം വരാറില്ല, ചില വർഷം വരാറുണ്ട്. ഇവിടെ ഒരുപാട് കുട്ടി കൂട്ടങ്ങളുണ്ട്. ഇവരൊക്കെ ഈ പരിപാടി ഇത് പുലിയെ കാണാൻ വന്നെയാണോ? പുലിനെ ഇഷ്ടാണോ? പുലി കടിക്കൂലേ? കടിക്കില്ലേ പുലി? ഇല്ലേ? ഇല്ല അല്ലേ? മാന്തുവോ? ഒന്നും ചെയ്യാത്ത പുലികളാണെന്നാണ് പറയുന്നത്. നമുക്ക് കാണാം, ഇങ്ങനെ നിരന്ന് നിൽക്കുവാണ് പുലികൾ എല്ലാവരും. അവർ അവസാനവട്ട ഒരുക്കത്തിലാണ്, അവസാനവട്ട മിനുക്ക് പണിയിലാണ്. സീതാറാമിലെ കുട്ടൻകുളങ്ങരയിലെ പുലികൾ എല്ലാവരും മടവിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇവരിതാ മടവിട്ട് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ മടയും ശൂന്യമാകാൻ. ഇത് ശൂന്യമായി കഴിഞ്ഞാൽ, ഇവർ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് വർണ്ണ വിസ്മയ കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അത്രമാത്രം തൃശൂർ നഗരത്തെ പുലി പിടിക്കുന്ന കാഴ്ചകൾക്കായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുക. വ്യത്യസ്ത നിറത്തിലുള്ള, ഭംഗിയിലുള്ള, വരകളിലുള്ള പുലികളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് കാണാൻ വേണ്ടി നിരവധി സ്ഥലങ്ങളിൽ നിന്നടക്കം ആളുകളെത്തി, വിദേശികളടക്കം എത്തിയിട്ടുണ്ട്. മോന്റെ പേരെന്താ? മാധവ്. എല്ലാ വർഷവും കാണാറുണ്ടോ ഇവിടെ? വരാറുണ്ടോ? പുലിവേഷം കെട്ടണില്ലേ? എന്താ ഈ കുട്ടിപ്പുലിയെ കാണുമ്പോൾ തോന്നില്ലേ എനിക്കും കൂടെ ഒന്ന് കെട്ടണമെന്ന്? അപ്പൊ നിനക്ക് തോന്നില്ലേ കെട്ടണമെന്ന്? താല്പര്യമില്ലേ? ഇല്ലേ? പുലിനെ ഇഷ്ടല്ലേ? ഇഷ്ടമാണ്, കാണാനേ ഇഷ്ടമുള്ളൂ അല്ലേ? അതാണ്. അവിടെ എല്ലാവരും നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. ഏത് സമയം വേണമെങ്കിലും ഇറങ്ങാം എന്ന് പറഞ്ഞ് നമ്മളെ കാണുമ്പോ ഒക്കെ അരമണി കിലുക്കി വയറ് കുമ്പ കുലുക്കി നടക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇവരെല്ലാവരും കൂടി ഇനി ചെണ്ടയുടെ ആ ഒരു താളത്തിൽ പ്രത്യേകമായിട്ടുള്ള